മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള വിഷയമാണെങ്കിലും സംസാരിക്കുന്ന ആളിന് അതിൻ്റെ വിവരമില്ലാത്തത് കൊണ്ട് സംസാരം ചുരുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. വിഷയം ഗഹനമല്ല എന്ന് പറയുന്നില്ല. എന്നാൽ പ്രഭാഷകൻ അത്രത്തോളം വിവരമില്ലാത്തത് കൊണ്ട് പ്രഭാഷണം ഹ്രസ്വമായാലും വലിയ നഷ്ടമൊന്നും വരാനില്ല. ഇവിടെ നടക്കുന്ന ഈ വലിയ സംരംഭം, വലിയൊരു മഹനീയമായ യജ്ഞം, അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഞാനിങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇതിൻ്റെ ചെലവ് എത്ര പേര് വരുന്നു തുടങ്ങി. ആദ്യമായിട്ടല്ല ഞാൻ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, എറണാകുളത്ത് നടന്ന വലിയ സത്രത്തിലുമൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ടായി. ഭഗവാൻ അതിനൊക്കെ എനിക്ക് അനുഗ്രഹവും അവസരവും തരികയുണ്ടായി. എങ്കിലും ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ വളരെ പരിപാവനമായി നടത്തപ്പെടുന്ന ഈ സത്രത്തിൽ പങ്കെടുത്ത് ഒരു പ്രഭാഷണം നടത്തണമെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിളിച്ച് ചോദിച്ചു, ഞാൻ വരണമെന്ന് ചോദിച്ചു. കാരണം ഒരു ചെറിയൊരു അധൈര്യം എന്താ കാരണം ഇത് ഏത് റേഞ്ചിലും, ഇപ്പോൾ പാട്ട് പാടുന്നവർക്കറിയാം, ഏത് സ്കെയിലിലും പാടാം. ചെറിയ പിച്ചിലും പാടാം, ഹൈ പിച്ചിലും പാടാം, ചെറിയ ശ്രുതിയിലും പാടാം, വലിയ ശ്രുതിയിലും പാടാം എന്ന് പറയുന്നത് പോലെ ഈ വിഷയം ഏതൊരു ഗഹനതയിലും നമുക്ക് അവതരിപ്പിക്കാം. സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിലും അവതരിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലെവല് നിങ്ങളുടെ ലെവലാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അന്താളിപ്പാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്. ഇതിനൊരു വിഷയം വേണമല്ലോ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇന്നലെ അലക്സാണ്ടർ ജേക്കബാണ് ഇവിടെ സംസാരിച്ചതെന്നും ഞങ്ങൾ സർവീസിൽ നിന്ന് പിരിയുന്നവർക്ക് ഇരുന്നാണ് സംസാരിക്കുന്ന അവസ്ഥയിലാണെന്നാണ് നിങ്ങൾ ധരിച്ചത്. എനിക്കിരുന്നാൽ ഒന്ന് സംസാരിക്കാൻ പറ്റുക, നിന്ന് തന്നെ സംസാരിക്കും. അപ്പോൾ വന്നപ്പോൾ എന്നെ ഈ പീഠത്തിലിരുത്താൻ ശ്രമിച്ചു. അതൊക്കെ ഇവിടെ യജ്ഞാചാര്യന്മാരുണ്ട്, അവർക്ക് ഇരുന്നാലേ സംസാരം വരും. എനിക്ക് നിന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഒരു വിഷയം വേണമല്ലോ നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ. നമ്മളിവിടെ എല്ലാം കൂട്ടിയിണക്കുന്ന ഏറ്റവും പ്രധാന വിഷയം എന്താണ്? ഭക്തിയാണ്. ഭഗവാനോടുള്ള അല്ലെങ്കിൽ ദേവിയോടുള്ള ഭക്തിയാണ്, ഈശ്വരനോടുള്ള ഭക്തിയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, അല്ലെങ്കിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരെയും, ഇതിൽ വന്നു ചേരാനിരിക്കുന്ന എല്ലാവരെയും, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഇഷ്ടദേവതയുമായി കൂട്ടിയോജിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭക്തി എന്ന വികാരമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതും ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വഴി വച്ചിട്ടുള്ളതുമായ എല്ലാവരും പിന്നെ എല്ലാവർക്കും വേണ്ടതുമായ, എല്ലാവർക്കും ഉണ്ടെന്ന് അവകാശപ്പെടുന്നതുമായ ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഭാവം ഭക്തിയാണ്. കലികാലത്ത് ജീവിതത്തിൻ്റെ മുക്തിക്കും മോക്ഷത്തിനും വേണ്ടി മനുഷ്യർക്ക് ഭക്തിയോഗമാണ് ഏറ്റവും കരണീയം. അതിന് ഭാഗവത പാരായണം തന്നെയാണ് അനുയോജ്യം എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. എങ്കിലും എന്താ ഈ ഭക്തി എന്ന് ചോദിച്ചാൽ അത് ആർക്കായിപ്പോൾ അതിൻ്റെ നിർവചനം എന്തിനാണ്? എല്ലാവർക്കും അറിയാമല്ലോ എന്ന മറു ഉത്തരമേ നമുക്ക് വരികയുള്ളൂ. എന്താണ് ഭക്തി? നമുക്ക് ദൈവത്തിനോടുള്ള ഒരു ബന്ധം, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭാവം, എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നോക്കിക്കൊള്ളുമല്ലോ എന്ന വിചാരം, അതാണ് ഭക്തി എന്ന് നമ്മളെല്ലാം ധരിക്കുന്നതും അത് ശരിയുമാണ്. അത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭക്തിയുടെ അതിരുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളിലേക്ക് നമ്മുടെ മനസ്സ് വളർത്തിയെടുക്കാൻ ഈ ഭാഗവത സത്രം പോലുള്ള സന്ദർഭങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ആ സത്രം ഒരു പ്രദേശത്തിൻ്റെയും ഒരു ജനതയുടെയും ഒരു തലമുറയുടെയും വിമലീകരണത്തിനും വളർച്ചയ്ക്കും ഒരു പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കും എല്ലാമായി ഒരു ധർമ്മനിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹം ഉടലാർന്നു വരണമെങ്കിൽ ആ ഭക്തി അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാ ഭാവവൈവിധ്യത്തോടും കൂടി നമ്മൾ ഉൾക്കൊള്ളുമെങ്കിൽ ഭക്തി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ഫലങ്ങളല്ല, അത്ഭുതാവഹമായ നേട്ടങ്ങൾ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന, മനുഷ്യന് മാത്രം സാധ്യമായ, അതാണിത്. മൃഗങ്ങൾക്കിത് പറ്റുമോ നമുക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യന് മാത്രം സാധ്യമായ ഒരു അപാര സാധ്യതകളുള്ള ഒരു വികാരത്തെയാണ് നമ്മൾ പലപ്പോഴും വളരെ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ഒരു ഉപകരണമായി
നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന നോട്ട് പലതിനും ഉപയോഗിക്കാമല്ലോ. അത് വലിയ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ അത് ഏറ്റവും ചെറിയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഈ ഭക്തിയെ കൊണ്ട് പലപ്പോഴും ഈശ്വരനോട് നമുക്ക് ഭക്തി ഉണ്ടല്ലോ, എല്ലാം അറിയുന്ന ഈശ്വരനല്ലേ, സർവ്വവ്യാപിയും സർവശക്തനുമായ ഈശ്വരനല്ലേ, എൻ്റെ മകൻ്റെ കണക്ക് പരീക്ഷയിലെ പേപ്പർ വളരെ എളുപ്പമാക്കി തരണമേ, എൻ്റെ അയൽവക്കത്തക്കാരൻ്റെ ആ നിൽക്കുന്ന ഒരു മരം അവൻ്റെ വീട്ടിൻ്റെ മുകളിൽ കൂടെ തന്നെ വീഴണമേ എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്തിയാണ് കേട്ടോ, ഭക്തിയാണ്. നമുക്കതിനകത്തൊരു തെറ്റും തോന്നുന്നില്ല. കാരണം ദൈവത്തിനോടല്ലാതെ ആരോട് പറയും? വേറെ വല്ലവരോടും പറയാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മറയുമില്ലാത്ത ഉള്ള നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുവാനായി ആ പരമചൈതന്യത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭക്തി കൊണ്ടാണ് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു. എന്നാൽ ആ ധാരണ അത്ര ശരിയാണോ എന്ന് നിങ്ങൾക്ക് ആത്മപരിശോധന ചെയ്യാൻ എൻ്റെ ഈ ചെറിയ വലിയ വിജ്ഞാനമോ ഇല്ലാത്ത ഈ ഒരു പ്രഭാഷണം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അമ്മ എന്നോട് പൊറുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് കേട്ടോ. അവിടുന്ന് ക്ലിയറൻസ് വരണം. എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്? ഈ പ്രായോഗികമായ ആവശ്യങ്ങൾക്ക് ദൈവത്തിനെ ആശ്രയിക്കുന്നത് തെറ്റാണ് എന്നൊന്നും എനിക്കും വിചാരമില്ല കേട്ടോ. ആരെങ്കിലും ആശ്രയിക്കണ്ടേ? നമുക്ക് ബന്ധുവിനെയോ അയൽവക്കക്കാരനെയോ സുഹൃത്തിനെയോ ആശ്രയിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും നമുക്ക് അധീനമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ നമ്മൾ ഈ സുപ്രീം പവറിനെ, ഈ പരമചൈതന്യത്തെ അല്ലാതെ ആരെ ആശ്രയിക്കും? കാരണം ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യരുടെ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആ സ്നേഹത്തെ അനുകരിക്കലാണ് ഭക്തി. അത് മറ്റൊരു വിഷയം. ഈ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ഉപാധികളൊന്നുമില്ല. അൺകണ്ടീഷണൽ ലവാണ് ദൈവം നമുക്ക് തരുന്നത്. എന്നാൽ നമ്മുടെ സ്നേഹമോ എല്ലാം ഉപാധികളോടും മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കൂ. പ്രസംഗത്തിൻ്റെ പ്രധാന കാര്യമല്ല ഞാൻ ഈ പറയുന്നതെങ്കിലും ഒരു 5 മിനിറ്റ് ഇത് വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. എന്താണ് ഈ സ്വാഭാവിക സ്നേഹം, നിരുപാധിക സ്നേഹം എന്നൊക്കെ പറഞ്ഞ് മലയാള പണ്ഡിതന്മാർ പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാൻ പോലും വയ്യാത്ത ഒന്നാണ് നിരുപാധിക സ്നേഹം. കാരണം നമുക്ക് സ്വാഭാവിക സ്നേഹമേ വശമുള്ളൂ. എന്താ ഈ സ്വാഭാവിക സ്നേഹം? ഉപാധികളോട് കൂടിയ സ്നേഹം. ഭർത്താവ് ഓഫീസിൽ നിന്ന് നമുക്കുള്ള ആവശ്യങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു 6-6:30 മണിക്ക് വീട്ടിൽ വന്ന് നമ്മുടെ കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് വീട്ടിലിരിക്കുമെങ്കിൽ ഭാര്യയ്ക്ക് വളരെ സ്നേഹമാണ്, ഭർത്താവിനോട് വലിയ മതിപ്പാണ്, ഒരു പ്രശ്നവുമില്ല. അയാൾ ഒരു ദിവസം വേറെ ഏതൊക്കെ വഴിക്ക് പോയി, ഇത്തിരിയൊക്കെ താമസിച്ചു, വന്നത് നല്ല പരുവത്തിലും അല്ലായിരിക്കും ഒരുപക്ഷെ വന്നത്. അയാൾ വന്നു, നമുക്ക് സ്നേഹമില്ല, ഇതാണ് കയ്യിരിപ്പ് വളരെ മോശമാണ് എന്ന് നമ്മൾ പറയും. ശാസിക്കുക മാത്രമല്ല, നമ്മുടെ സ്നേഹത്തിന് ചില ഉപാധികളുണ്ട്. ഭർത്താവിന് അങ്ങോട്ടും അങ്ങനെ തന്നെ കേട്ടോ. വച്ച് വിളമ്പുന്ന ഭക്ഷണത്തിന് എല്ലാം കൊള്ളാമെങ്കിൽ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെങ്കിൽ ഭാര്യ കൊള്ളാം. ഭാര്യ തോന്നിയ ദിവസം വല്ലതും കാണിച്ചാലോ ഭാര്യ കൊള്ളുകയില്ല. ഉപാധികളാണ്. മകൻ നന്നായിട്ട് പഠിക്കുമെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുമെങ്കിൽ കൊള്ളാം. അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും അവൻ്റെ വഴിയെ പോയാലോ പയ്യെ നശിച്ചുപോയി. അവന് സ്നേഹം ഉണ്ടാവും അപ്പോഴും, പക്ഷെ ഉപാധികളുണ്ട്. മനുഷ്യബന്ധങ്ങളിലെല്ലാം ഉപാധികളുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകളുണ്ട്. എന്നോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്ന എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ പെരുമാറ്റമെങ്കിൽ എനിക്ക് പ്രതിഷേധമുണ്ടാവും, എൻ്റെ സ്നേഹത്തിൽ കളങ്കം വരും. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്താണ്? ദ റിയൽ ലവ് എന്ന് പറയുന്നത് എന്താണ്? നീ എന്നോട് എങ്ങനെ പെരുമാറുന്നുള്ളത് എനിക്ക് വിഷയമല്ല, നീ എങ്ങനെ പെരുമാറിയാലും ഞാൻ നിന്നെ സ്നേഹിക്കും. അതൊരു കുഞ്ഞിനോട് അമ്മയ്ക്ക് തോന്നുന്ന വികാരമാണ്. ഒരുപക്ഷെ ഈശ്വര തുല്യമായിട്ടുള്ള നിർവ്യാജവും നിരുപാധികവുമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മനുഷ്യ പതിപ്പ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഈ ശിശുവിനോട് തോന്നുന്ന നിഷ്കളങ്കവും നിരുപാധികവും സമ്പൂർണവുമായിട്ടുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം. ആ സ്നേഹം, അത്തരത്തിലുള്ളൊരു സ്നേഹം നമ്മുടെ കൊച്ചു കുഞ്ഞിനോട്, ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനോട് നമുക്ക് തോന്നുന്ന നിഷ്കളങ്കവും നിർവികാരവുമായ സ്നേഹത്തോടു കൂടി മറ്റുള്ള സകല മനുഷ്യരെയും കാണാൻ നമുക്ക് സാധിക്കുമോ? ഇത് ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ കയ്യിരിപ്പ് നമുക്കറിയാമല്ലോ, അവനെങ്ങനെ സ്നേഹിക്കും? ആരോ പറഞ്ഞ പോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ അയൽവക്കക്കാരനെ മാത്രം എനിക്ക് സഹിക്കുകയില്ല എന്ന് പറയാറില്ലേ? മാനവരാശിയോട് എനിക്ക് വലിയ സ്നേഹമാണ്, പക്ഷേ എൻ്റെ അയൽവക്കക്കാരൻ എടുത്തിട്ടുണ്ട്, അവന് ഞാൻ ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉപാധികളാണ്. മനുഷ്യ സ്നേഹം മുഴുവൻ ഉപാധികളാൽ ബന്ധിതമാണ്.
നിങ്ങളിത് ആലോചിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിക്കണം. ആരോടെങ്കിലും എനിക്ക് ഒരു ഉപാധികളുമില്ലാത്ത സ്നേഹമുണ്ടോ? എന്നോട് എന്ത് ചെയ്താലും ഞാൻ അയാളെ സ്നേഹിക്കും. പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റണം. അതാണ്. അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള, ദൈവം നമുക്ക് തരുന്ന നിരുപാധികമായിട്ടുള്ള ഒരു കണ്ടീഷൻസും ഇല്ല. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവത്തിന് സ്നേഹിക്കാൻ കൊള്ളാവുന്നവരാണോ നമ്മൾ പലപ്പോഴും? നമ്മുടെ ചില വിചാരങ്ങൾ, ചില പ്രവൃത്തികൾ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കറിഞ്ഞുകൂടാ. നമുക്കെല്ലാവർക്കും, മനുഷ്യരായ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള വിചാരങ്ങൾ മുഴുവൻ പുറത്തറിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചതും ചെയ്ത് കൂട്ടാത്തതും കൂട്ടിയതുമൊക്കെ ആയിട്ടുള്ള കൊച്ചു കൊച്ചു കുന്നായ്മകളും കുരുത്തക്കേടുകളും ഒക്കെ മറ്റുള്ളവരറിഞ്ഞാൽ അവര് നമ്മളോട് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹാനുഭാവത്തിന് മാറ്റമുണ്ടാവും എന്ന് നമുക്കറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ എന്നോടുള്ള സ്നേഹത്തിൽ കളങ്കം വരുമല്ലോ, കുറവ് വരുമല്ലോ എന്ന ഭയമാണ് കേട്ടോ. അവിടെ ഭയത്തിൽ നമ്മൾ സത്യം പറയാതെ നമ്മൾ വേറൊരു തരത്തിൽ അങ്ങ് ജീവിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് നമ്മൾ ചെയ്തതെല്ലാം, ചിന്തിച്ചതെല്ലാം അറിയാം. നിങ്ങളുടെ മനസ്സിൽ കൂടെ, നമ്മുടെ മനസ്സിൽ കൂടെ കടന്നുപോയ സകല ചെറിയ വിചാരങ്ങളും അവിടെ അറിയാത്തതായി ഒന്നുമില്ലല്ലോ. എന്നിട്ടും കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കൊണ്ടു നടക്കുന്ന ആ അപാര സ്നേഹത്തിൻ്റെ ഉറവിടത്തെയാണ് ദൈവമെന്ന് ഞാൻ സങ്കല്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സ്നേഹത്തിന് തുല്യം എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ അതിനെ അനുകരിക്കാനെങ്കിലുമുള്ള ശ്രമം ഭക്തി കൊണ്ട് ഉണ്ടാവുമെങ്കിൽ അത് ആർജിച്ചെടുക്കാനുള്ള ഉപകരണമാണ് ഭക്തി എന്നാണ് ഞാൻ ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത്. അല്ലാതെ എന്നോട് അവൻ നന്നായി പെരുമാറുന്നു, അതുകൊണ്ട് എനിക്ക് അവനോട് വലിയ ഇഷ്ടമാണ്, അവൻ്റെ സ്വഭാവം എങ്ങനെ മാറാമെങ്കിൽ ഞാൻ അതിനേക്കാളും തല്ലിപ്പൊളിയാണെന്ന് അവൻ അന്നറിയും. അത് സ്നേഹമല്ല. അതൊക്കെ കണ്ടീഷണൽ ഡീലിങ്സ് ആണ്. കച്ചവടത്തിൽ അങ്ങനെയാണല്ലോ. എനിക്ക് ആവശ്യമുള്ളപ്പോൾ നീ പൈസ കടം തന്നില്ല, അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കടം തരും. എൻ്റെ ബാങ്ക് ഡ്യൂസ് വന്നപ്പോൾ നീ തന്നില്ലല്ലോ, അതുകൊണ്ട് നിനക്കിട്ട് ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡീലിങ്സ് ആണ്. പക്ഷേ മനുഷ്യബന്ധങ്ങളിൽ ഇത്തരത്തിലുള്ള ഉപാധികളില്ലാതെ, കണ്ടീഷൻസ് ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ ആകണം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതല്ലേ? ആ അമ്മയെ നമസ്കരിക്കുകയാണ്. മാതൃരൂപേണ സംസ്ഥിതയായിരിക്കുന്നവളെ അമ്മയെ നമസ്കരിക്കുകയാണ്. സർവഭൂതേഷു, നമ്മളിലുമുണ്ട് കേട്ടോ, നമ്മളിലുമുണ്ട് ഈ മാതൃരൂപേണ ഇരിക്കുന്ന ആ ഭാവം. സകലരെയും മക്കളെ എന്ന് വിളിക്കാൻ വെറുതെ വിളിച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ തോന്നുമെങ്കിൽ ഞാൻ പറഞ്ഞല്ല, ഒക്കത്തിരുന്ന കുഞ്ഞിനോട് അവൻ നമ്മളെ ചവിട്ടിയിട്ടൊക്കെ ഉണ്ട്, പിന്നെ ഇത്തിരി വാശി പിടിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു വിരോധമില്ല, കുഞ്ഞല്ലേ. അങ്ങനെ ഒരു ബന്ധത്തിൽ സകല മനുഷ്യരെയും നമ്മുടെ കുഞ്ഞിനോടെന്നതുപോലെയുള്ള നിഷ്കളങ്കവും നിർവികൽപ്പവും ആയിട്ടുള്ള ഒരു വികാരം കൊണ്ട് ബന്ധിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ബാക്കി വേണമോ? അത് തന്നെയല്ലേ മോക്ഷം, അത് തന്നെയല്ലേ സായുജ്യം? അതിനേക്കാളൊരു സ്വർഗരാജ്യമുണ്ടോ? അപ്പോൾ ഭക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിനെ പോലെ സ്നേഹിക്കുവാനുള്ള കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാനുള്ള ഒരു എക്സസൈസാണ് ഈ ഭക്തി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ പറയാൻ കാര്യം, അത് പിന്നെ സുനിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, ഈ ആചാരബദ്ധമായ ഭക്തിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആചാരങ്ങൾ വേണ്ടതൊന്നും ഞാൻ പറയുകയല്ല കേട്ടോ. ആചാരങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആചാരങ്ങൾ ഒരു വഴിയാണ്, ആചരിക്കുകയാണ്, അത് വേറെ എങ്ങോട്ടോ നയിക്കുകയാണ്. ആചാരം മാത്രമല്ല, അത് ആനയിക്കൽ കൂടിയാണ്. ആചരിക്കൽ മാത്രമല്ല, ആനയിക്കലാണ്. ഈ ആചാരങ്ങൾ കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില അമ്പലത്തിലൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർ കൈക്രിയൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും അർത്ഥമുണ്ടല്ലോ, ദേഹശുദ്ധി മനഃശുദ്ധി എല്ലാം വരുത്തുകയാണല്ലോ, എല്ലാത്തിനും അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്തതായി ഒരു ആചാരവുമില്ല. എന്തിനുള്ള അർത്ഥം? ഈ ആചാരത്തിന് ശേഷം നമ്മൾ എവിടെയാണ് എത്തുന്നത്? അതോ ഈ ആചാരം മാത്രം മതിയോ? ഭക്തർക്കിടയിലുള്ള ചില തെറ്റിദ്ധാരണകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പോയി തേങ്ങ അടിച്ചു, അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ വഴിപാട് കഴിച്ചു, എൻ്റെ ജോലി കഴിഞ്ഞിട്ട് അവിടെയാണ് കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള ആചാരങ്ങളെ അവയുടെ ഉപചാരപൂർവമായിട്ടുള്ള ഒബ്സർവേഷൻ നമ്മൾ അത് നിർവഹിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ആചാരങ്ങളിൽ മനസ്സർപ്പിക്കാത്തത് കൊണ്ട് ഭക്തി എന്നത് കേവലം ആചാരബദ്ധമായ ഒരു ചടങ്ങായി നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ ഇടം പിടിച്ചോ എന്ന് ആത്മപരിശോധന ചെയ്യണം.
യഥാർത്ഥ പണ്ട് കാക്കശ്ശേരി ഭട്ടതിരിയോട് ചോദിച്ചപ്പോൾ എന്താണ് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, എനിക്ക് ശ്ലോകം ഓർമ്മയില്ല. അപ്പോൾ അതിന് വിളക്ക് അണഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഉള്ളിലെ വിളക്ക് അണഞ്ഞ് പിന്നെ കത്തിക്കേണ്ട കാര്യം എന്താണ്? സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ കത്തിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ വിളക്ക് അണഞ്ഞിട്ടുമില്ല, പിന്നെ കത്തിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും വിളങ്ങി നിൽക്കുകയല്ലേ, അതാണ് ഭാവം. സദാ നേരവും ആ ചിന്തയിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഭക്തി എന്നത് ഉപചാരങ്ങളല്ല, ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല. ആ അനുഷ്ഠാനങ്ങളെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്ന അത്യന്തം വിചിത്രമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയുണ്ട്. ആ മാനസിക അവസ്ഥ നമ്മുടെ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വരുന്ന വെളിച്ചം പോലല്ല, അത് കൂടെ ഓഫാവാൻ പറ്റത്തില്ല. അത് എപ്പോഴും അത് വെളിച്ചമാണ്, അത് എപ്പോഴും ഉണ്ട്. ഞാനിങ്ങനെ മനസ്സിലായിരിക്കുന്നത് വൈകിട്ടായല്ലോ, നമ്മൾ ഈ വൈകിട്ട് രാത്രി എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ഈ വഴിയിൽ കാറിൽ ബാക്കിലിരിക്കുകയല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഈ നമ്മൾ പലതരത്തിലാണല്ലോ ചരിത്രത്തെ കാണുന്നത്. 100 വർഷത്തിന് മുമ്പ്, 2000 വർഷത്തിന് മുമ്പ്, 10,000 വർഷത്തിന് മുമ്പ്, ശിലായുഗം, മറ്റേ യുഗം എന്നൊക്കെ നമ്മൾ പറയുകയാണ്. ഒരുപാട് സൂര്യാസ്തമയങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഒരു അസ്തമയം ഇപ്പോൾ കഴിയുന്നു, രാവിലെ ഒരു സൂര്യൻ ഉദയിക്കുന്നു. സൂര്യൻ ഉദിച്ചിട്ടുമില്ല, അസ്തമിച്ചിട്ടുമില്ലല്ലോ. സൂര്യൻ ഉദിച്ചിട്ടുമില്ല, അസ്തമിച്ചിട്ടുമില്ല. എത്രയോ യുഗങ്ങളായി, എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട്, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു ഗോളം നിന്ന് എരിയുകയാണ് കേട്ടോ. അതാലോചിച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ മരിച്ചതിന് ശേഷം, നമ്മളും മരിച്ച്, നമ്മുടെ പരമ്പരകളും എല്ലാം വിസ്മൃതമായാലും ഈ നാഗരികത തന്നെ, ഇപ്പോഴത്തെ ഈ 21ാം നൂറ്റാണ്ടിനെ കൊണ്ട് നടക്കുന്ന ഈ നാഗരികത തന്നെ നശിച്ചാലും, ഈ ഭൂമി തന്നെ ആവാസയോഗ്യമല്ലാതായി തീർന്നാലും, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം കഴിഞ്ഞാലും, ഈ ആകാശത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന നിശ്ചലമായി, എങ്ങും പോകുന്നില്ല കേട്ടോ, അവിടെ നിശ്ചലമായി നിൽക്കുന്ന ആ ഒരു അമരജ്യോതി, ശരിക്ക് അത് തന്നെ ഈശ്വരൻ്റെ ഒരു പ്രതീകമായി പണ്ട് വേദങ്ങളിൽ കണ്ടതിൽ തെറ്റില്ല. ആദിത്യനാണല്ലോ, ഈ സൂര്യനാണല്ലോ, സൂര്യഭഗവാനെ അത് അങ്ങനെ കാണാൻ അവരെ പ്രേരിപ്പിച്ചത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു ദർശനത്തിലാണ് കേട്ടോ. അനാദിയായി ആദി മധ്യാന്തങ്ങളില്ലാതെ വിളകിക്കൊണ്ടേയിരിക്കുന്നു. എത്ര തലമുറകളാണ്, എണ്ണിയാലൊടുങ്ങാത്ത തലമുറകൾ വന്ന് നമസ്കരിച്ചു പോയ ആ സൂര്യബിംബത്തെ പോലെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മങ്ങാതെ, ഒളി മങ്ങാതെ, അസ്തമിക്കാതെ, കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞതുപോലെ അത് കത്തിക്കേണ്ട കാര്യം എന്താണ്? അവിടെ കത്തി നിൽക്കുകയല്ലേ എപ്പോഴും എന്ന് പറഞ്ഞതുപോലെ ഈ ഭഗവാന്റെ അല്ലെങ്കിൽ അമ്മയുടെ, ദൈവത്തിൻ്റെ മുമ്പിൽ ആ ഒരു ആദിമ ചൈതന്യത്തെ സദാ നേരവും ഹൃദയത്തിൽ കൊണ്ട് നടക്കുമെങ്കിൽ നമുക്ക്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ നിരുപാധികമായിട്ടുള്ള ഭക്തി, നിരുപാധികമായിട്ടുള്ള സ്നേഹം സ്വാഭാവികമായി വരും. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യണ്ട. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പം. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ പിള്ളേർ ചിരിക്കുന്ന പോലെയാണ്, ക്യാമറ മുമ്പിൽ കൊണ്ടുവച്ചാൽ ചിരിക്കില്ലെങ്കിൽ കരയും. അങ്ങനെ ആൾ പറയുന്നത് കൊണ്ട് നിരുപാധിക സ്നേഹമല്ല, അത് നമ്മുടെ നേച്ചറായി, നമ്മുടെ സ്വഭാവമായി, നമ്മുടെ ജീവിതമായി മാറിക്കഴിയുമ്പോൾ ഭക്തി കൊണ്ട് ഹൃദയം വിമലീകരിക്കപ്പെടും. ഈ കലവൂർ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാവരും, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായി ജീവിക്കുന്ന സകല മനുഷ്യരും ഒന്ന് സങ്കല്പിച്ചു നോക്കുക, ഇങ്ങനെയാണ് ജീവിക്കുന്നത്. നമുക്ക് ആരോടും ഒരു ഉപാധികളും വച്ചിട്ടില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. എങ്ങനെയാണോ അമ്മ ഭഗവതി നമ്മളെ സ്നേഹിക്കുന്നത്, അതേപോലെ നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന ഒരവസ്ഥ സങ്കല്പിച്ചു നോക്കുക. നമ്മളെ കൊണ്ട് എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന ആ ചൈതന്യമല്ലേ, അത് തന്നെയാണല്ലോ ഞാനെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. അത് തന്നെയാണല്ലോ ഞാനെന്നുള്ളത് സങ്കല്പിക്കുകയാണെങ്കിലും അത് പ്രവൃത്തിയിൽ വരുമ്പോൾ എന്താണ്? ഉപാധികളില്ലാത്ത സ്നേഹം. ഉപാധികളില്ലാതെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി വെട്ടിത്തിളങ്ങും. ആ പ്രവൃത്തിക്ക് പാത്രീഭൂതമാകുന്ന ഒരാള് കൃതജ്ഞത കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ സാഷ്ടാംഗം നമസ്കരിച്ചു പോകും, അയാൾ പ്രതീക്ഷിക്കുകയില്ല. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപാധികളില്ലാതെ സ്നേഹിക്കുകയും സേവനം നടത്തുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണമെങ്കിൽ അത് ഭക്തി കൊണ്ടേ സാധിക്കൂ. ഭക്തി നമ്മളെ വിമലീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഭക്തി എന്താണ് എന്നുള്ളതിൻ്റെ നിർവചനം, അതിൻ്റെ പ്രയോഗം, സിദ്ധാന്തം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുകയും
ഇത് ദൈവത്തിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അഥവാ നമുക്ക് ദൈവമായി തീരാനുള്ള ഒരു സന്ദർഭമാണെന്നും വിചാരിക്കുമെങ്കിൽ സ്നേഹിക്കാനുള്ള ഒരവസരവും നമ്മൾ കളങ്കപ്പെടുത്തുകയില്ലെന്ന് മാത്രമല്ല, യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. മാതൃരൂപേണ നമ്മൾ പുരുഷന്മാർക്കും മാതൃരൂപേണ ഇരിക്കാൻ പറ്റും കേട്ടോ. അതിന് പെണ്ണാവണമെന്നില്ല. മാതൃഭാവമാണ് കേട്ടോ. മാതൃഭാവത്തിന് സ്ത്രീകളായിരിക്കണം എന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ പരമപുരുഷന്മാരായിരിക്കുന്ന വളരെ ആണത്തത്തോടു കൂടി നടക്കുന്നവർ അവരിലൊരു മാതൃഭാവം, സ്ത്രീഭാവം വരുമെങ്കിൽ അവർ ഭക്തരായെന്നർത്ഥം. ഈ വലിയ പൊണ്ണത്തടിയൻ ആണായിട്ട് നടക്കുന്നതാണ് കുഴപ്പം. കാരണം ആണല്ലേ, അങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത്. എനിക്ക് കരയാൻ പാടുണ്ടോ, എനിക്ക് ചിരിക്കാൻ പാടുണ്ടോ, ഞാൻ അലിവ് പറയാൻ പാടുണ്ടോ? ഈ ആണത്തത്തെ പറ്റിയും പെണ്ണത്തത്തെ പറ്റിയുമുള്ള ചില മുൻവിധികളുണ്ട് കേട്ടോ. അതൊന്നും ഭക്തിയിൽ സ്ഥാനമില്ല. ഇവിടെ ആണും പെണ്ണും ഒരു വ്യത്യാസവുമില്ല. ഉള്ളിൽ നിറയുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നിറയ്ക്കാം? അതാണ് രണ്ടു പ്രായോഗികമായ കാര്യങ്ങളാണ്. എപ്പോഴും ഇതെങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അതിന് വളരെ എളുപ്പപ്പെട്ടൊരു പണിയുണ്ട്. എളുപ്പപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ അതാണ് ആത്മീയത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വേഷഭൂഷാദികളിലോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ആത്മീയമായി വിശുദ്ധമായി എന്ന് ഞാൻ പറയുകയില്ല. അതൊക്കെ ഒരു പരിശ്രമം എന്നേ ഉള്ളൂ. ആത്മീയ വിശുദ്ധി വരണമെങ്കിൽ, ഞാൻ ഈ നേരത്തെ സൂര്യ തേജസ്സിനെ പറ്റി പറഞ്ഞുവല്ലോ, എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ രാവിലെ ഉണരുന്ന സന്ദർഭം മുതൽ ഉറങ്ങുന്ന സന്ദർഭം വരെയും ഉറക്കത്തിലും ഒരു ചൈതന്യത്തോട് നിരന്തരമായി കൃതജ്ഞതയോടുകൂടി ജീവിക്കാൻ പരിശീലിക്കുമെങ്കിൽ അത് ഭക്തി മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ അങ്ങേയറ്റം ഐശ്വര്യപൂർണമാക്കി തീർക്കും. നമ്മുടെ പ്രവൃത്തികൾ ഇന്നിപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ എപ്പോഴാണോ ഈ കൃതജ്ഞത ഇല്ലാതെ പോകുന്നത്, അത് കൃതജ്ഞതയായി മാറുന്നത്, അപ്പോഴാണ്. കൃതജ്ഞത വരാത്തത് എന്തുകൊണ്ടാണ്? മറവിയാണ്. ഒരാൾ നല്ല കാര്യം ചെയ്തു തന്നുവെങ്കിൽ അന്നെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പഴയ കാര്യമില്ല, ഇപ്പം എനിക്ക് അതൊന്നും ഓർമ്മയില്ല, ഓർമ്മിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പ്രകൃതം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അയാൾ എപ്പോഴും നല്ലത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഓർമ്മ വരും. അയാൾ കുറേ കാലമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ അതുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പോൾ കൃതജ്ഞത ഉണ്ടാവുന്നത് ഓർമ്മയിൽ നിന്നാണ്. നമ്മളെ പരിരക്ഷിക്കുന്ന സർവപ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ള ചൈതന്യത്തെപ്പറ്റി ഓർമ്മിക്കണമെങ്കിൽ, അല്ല നന്ദി ഉണ്ടാവണമെങ്കിൽ ഓർമ്മയുണ്ടാവണം. എന്താണ് ഓർമ്മ? ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് ബോധത്തോടു കൂടി എണീക്കാൻ സാധിക്കുന്നു. സൂര്യോദയം കാണുന്നു, കാറ്റ് വീശുന്നു, നമ്മൾ രാവിലെ നമ്മുടെ ജോലികളിലേക്ക് കടക്കുന്നു, നമ്മുടെ കർമ്മ ചൈതന്യം ഉണരുന്നു, ബുദ്ധി ഉണരുന്നു. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓർക്കാതെ പോകുന്നത്, നമ്മൾ വളരെ യാന്ത്രികമായി ഇപ്പോൾ ഭൂമി തൊട്ടിട്ട് ക്ഷമ ചോദിക്കുന്നവരുണ്ട്, പിന്നെ ഗംഗയെ യമുനയൊക്കെ അനുസ്മരിക്കുന്നവരുണ്ട്. പക്ഷേ പൂജാമുറി വിളക്ക് എത്തിക്കുന്നവരുണ്ട്. രാവിലെ 4 മണിക്ക് കഴിച്ച് കുളിച്ച് ദേവി മഹാത്മ്യമോ അല്ലെങ്കിൽ സഹസ്രനാമോ ഒക്കെ ചൊല്ലി ഒക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അതൊന്നും മോശമാണെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതെല്ലാം നല്ലതാവും, ഇതിനേക്കാൾ നല്ലതാവും എങ്ങനെ? കൃതജ്ഞതാഭാവത്തിൽ ഇതെല്ലാം ചെയ്യുമെങ്കിൽ. ഈ ഉറക്കത്തിൽ നിന്ന് എന്നെ ഉണർത്തിയത് ആര്? എൻ്റെ ഈ ബോധം തിരിച്ചു വന്നത് എവിടുന്ന്? എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്ന കർമ്മചൈതന്യം അതേപോലെ എനിക്കിപ്പോഴും ഉണ്ടല്ലോ. ഒരു സെക്കൻഡ് മതി കേട്ടോ ഇതൊക്കെ പോവാൻ. ഒരു സെക്കൻഡ് മതിയല്ലോ എല്ലാം പോവാൻ. ഈ ഇടിക്കുന്ന ഹൃദയം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം, ഒരു പമ്പ്. ONV സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൈരവന്റെ തുടി. ഇങ്ങനെ കാലം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണുകയാണ്, എത്രയോ നമ്പറുണ്ട്, അത് തീരും. പ്രോഗ്രാം ചെയ്തിരിക്കുകയാണല്ലോ, ഇത്ര പ്രാവശ്യം അടിക്കും ഓരോ ഹൃദയവും. അങ്ങനെയാണ്, അതൊരു മെഷീനാണ്. നമ്മൾ വാറണ്ടി അപ്പം തീരും. അങ്ങനെയാണല്ലോ, ചില പമ്പൊക്കെ വാങ്ങിച്ചാൽ ചില ബൾബ് ഇത്ര മണിക്കൂർ കത്തും എന്ന് പറയുന്നത് പോലെ ഈ ഹൃദയം ഇത്ര പ്രാവശ്യം ഇടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ കഴിവ് കൊണ്ടല്ല. രാവിലെ എണീക്കുമ്പോഴും ഗർഭത്തിൽ കിടക്കുമ്പോൾ എനിക്കോട് 4-ാമത്തെ 5-ാമത്തെ മാസം തൊട്ട് ഹൃദയം പിടിച്ചു തുടങ്ങും. അന്ന് മിടിക്കുന്ന ഹൃദയത്തിൻ്റെ മസില് മരിക്കുന്നതുവരെയും മിടിക്കും. ആരും വിചാരിച്ചിട്ടല്ല കേട്ടോ, ആരും വിചാരിച്ചിട്ട്. രാവിലെ ഒരു ഡോക്ടറിനെ കാണാമോ, ഒരു ലേഡി ഡോക്ടർ, സർജനാണ്, സർജറിക്ക് പഠിക്കുകയാണ്. ആ കുട്ടി എന്നോട് പറയാം, അവൾ പഠിക്കുകയാണല്ലോ,
അതുകൊണ്ട് അഹങ്കാരം വന്നിട്ടില്ല. ശാസ്ത്രത്തിൻ്റെ അഹങ്കാരം ആ കുട്ടിയെ പിടികൂടിയിട്ടില്ല. എന്നോട് പറഞ്ഞു, സാർ ഈ സർജറിയൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാം തുന്നിക്കെട്ടി മരുന്നും എല്ലാം കൊടുത്ത് പോയാൽ ഇയാൾ ഉണരുന്നത് വരെ നമുക്ക് ടെൻഷനാണ് സാർ. മൈക്ക് കിടത്തിയിരിക്കുകയാണ്, ഇയാൾ ഉണർന്ന് ബോധം തിരിച്ചു വന്ന് ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് വരെയും അനസ്തേഷ്യസ്റ്റിനും ഭയമാണ്, സർജനും ഭയമാണ്. അറിയാതെ വല്ലടോ വെട്ടിപ്പോയോ, ഇത് തിരിച്ചു വരുമോ? ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മിടിച്ചു തുടങ്ങുന്ന ഈ ഹൃദയം നിൽക്കുമ്പോൾ നമ്മൾ മരിക്കും. നമ്മുടെ രക്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, അത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഏറ്റവും ശുദ്ധമായ രക്തം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത്ര ശുദ്ധമല്ലാത്തത് കാല് താഴോട്ട് ഒഴുകുന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻ്റാണ്. ഈ ലോകത്തുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അടുത്ത് ചെന്ന് നോക്കാൻ പറ്റാത്ത അത്ര സങ്കീർണവും എന്താണ് പറയുന്നത്, നമ്മുടെ ബുദ്ധിക്ക് അതീതവുമായിട്ടുള്ള ഒരു യന്ത്രമാണ് നമ്മുടെ ഈ ശരീരം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഈ ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കി ഓർമ്മശക്തിയോടുകൂടി എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ പ്രാപ്തമാക്കി തന്നല്ലോ എന്ന വിചാരത്തോടു കൂടി അല്ലാതെ സഹസ്രനാമം ജപിച്ചാൽ അത് വഴിവരെ എത്തുള്ളൂ, അങ്ങ് അറ്റം വരെ എത്തുമെന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഈ സമ്മാനങ്ങൾക്ക് ഞാൻ അമ്മയെ എങ്ങനെ നന്ദി പറയും? ഞാൻ എങ്ങനെ ഇത് തന്നു തീർക്കും? ഒരു ക്ലോട്ട് മതി, ഒരു ക്ലോട്ട് ബ്രെയിനിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ക്ലോട്ട് മതി, പപ്പ അടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ, ആരും തിരിച്ചറിഞ്ഞുകൂടെ. അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് എന്ത് കൊടുത്താൽ എന്ത് പറഞ്ഞാൽ നമുക്ക് ആ കടപ്പാട് തീരും. ഈ ആ ഓർമ്മയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ മുമ്പിൽ വന്ന ഒരുത്തനെ ശാസിക്കാൻ പിന്നെ സാധ്യമല്ല. കാരണം അവനും ഇതുപോലെ അമ്മയുടെ അമൃതസ്യ പുത്രനായി നിൽക്കുകയല്ലേ, അല്ലെങ്കിൽ പുത്രിയായി നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഈ ഓഫീസിലൊക്കെ ആളുകളൊക്കെ എടുത്ത് അത്യാവശ്യമൊക്കെ ശാസിക്കും. പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ വിഷമം മരിച്ചേ, അത് ശരിയായില്ല, അവൻ്റെ മനസ്സ് വിഷമിച്ചില്ലേ. അപ്പോൾ വൈകിട്ട് പോകുന്നതിന് മുമ്പ് വിളിപ്പിക്കും. ഞാൻ ചുമ്മാ പറയുന്നല്ല, മെനഞ്ഞാന്ന് സംഭവിച്ച കാര്യമാണ്. ഇതൊക്കെ പറയുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അപ്പോൾ വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ഒരു കാര്യമുണ്ട്, ഞാൻ ശാസിച്ചതും വിമർശിച്ചതും ഒക്കെ നിന്നെയല്ല, നിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നീ ധരിച്ചോണം. നീ ഇന്ന ഫയല് 24 ദിവസം വച്ച് താമസിപ്പിച്ചു. 24 മണിക്കൂർ പോലും വച്ച് താമസിപ്പിക്കേണ്ട കാര്യമുള്ള കാര്യമല്ല, മനസ്സിലായില്ലേ? 24 ദിവസം നിൻ്റെ മേശപ്പുറത്ത് നിരുന്നത് എന്തിന് എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് നിൻ്റെ ഒരു ഉഴപ്പൻ സ്വഭാവമാണ്, അതിനെയാണ് ഞാൻ വിമർശിച്ചത്, നീ എന്ന് പറയുന്ന വ്യക്തിയല്ല. സാറിന് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു സാർ എന്ന് ചോദിച്ച് കണ്ണീരണിഞ്ഞുകൊണ്ട് അവൾ പോയി. എനിക്ക് സന്തോഷമായി, അവൾക്കത് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ചിട്ടുള്ളൂ, നിന്നെ വിമർശിക്കാൻ ഞാൻ ആരാണ്? നിൻ്റെ മേൽ എനിക്കെന്താ വേറെ സ്വാധീനം? അതെല്ലാം അമ്മ തന്നിരിക്കുന്ന ആളാണ്. നിൻ്റെ ബുദ്ധി ബിടെക്കുകാരി പെൺകുട്ടിയാണ്, എനിക്ക് വിമർശിക്കാൻ അവകാശമില്ല. അവളുടെ പ്രവൃത്തിയെ മേലുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിമർശിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് 73 വയസ്സായതുകൊണ്ടാണ് കേട്ടോ. 43 വയസ്സിൽ എനിക്കിത് പറയാനുള്ള വിവരമില്ല. കാരണം ജീവിച്ചു തന്നെ തീരണം, ജീവിച്ചു തന്നെ ഇതെല്ലാം അറിയണം. അതുകൊണ്ട് നിരുപാധികമായ സ്നേഹവും സാധ്യമാണ്. ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളിതേണ്ട ആ ഓർമ്മയുണ്ടല്ലോ, ഞാനീ സംസാരിക്കുന്നതൊന്നും എൻ്റെ കഴിവല്ലല്ലോ, എൻ്റെ നാവ് അനങ്ങുന്നത് തന്നെ എൻ്റെ കഴിവല്ലല്ലോ, എല്ലാം എനിക്ക് തന്ന് സജ്ജനാക്കി എന്നെ വിട്ടിരിക്കുന്ന അമ്മയുടെ മറ്റൊരു മകനോ മകൾക്കോ എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു ദോഷവും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥന. നിർത്തണോ? പറയാമോ? ആ അമ്മയുടെ മറ്റൊരു മകനോ മകൾക്കോ എൻ്റെ വാക്കോ പ്രവൃത്തിയോ കൊണ്ടൊരു ദൂഷ്യമുണ്ടാവരുത്, ഒരു സങ്കടമുണ്ടാവരുത്. അപ്പോഴാണ് നമ്മൾ കൃതജ്ഞതയോടുകൂടി ജീവിക്കുന്നത്. അതാണ് ഭക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ കാര്യം നടത്തിത്തരാനുള്ള ഒരു റെക്കമെൻഡേഷൻ്റെ ഒരാളല്ല ഈ ദൈവം എന്ന് പറയുന്നത്. പിന്നെയോ ഈ ജീവിതത്തിൻ്റെ അതിൻ്റെ ഉജ്ജ്വലതയിൽ, ഈ ജീവിത സൗന്ദര്യത്തിൻ്റെ സമ്പൂർണതയിൽ അനുഭവിക്കാനും നമ്മളെപ്പോലെ തന്നെ ആത്മസൗന്ദര്യത്തോടു കൂടി ജീവിക്കുന്നവരുമായി സഹകരിച്ച് ജീവിച്ച് ഈ പൃഥ്വിയെ, ഈ ഭൂമിയെ സ്വർഗതുല്യമാക്കാനുള്ള അവസരവുമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇതൊന്നും ഓർക്കാതെ എൻ്റെ ഈഗോ, ഞാനെന്ന ഭാവം എന്നെ പിടികൂടിയിട്ട് ഞാനൊരു ഭയങ്കര പുള്ളിയാണ് എന്താ ഇങ്ങനെ തോന്നാൻ കാര്യം? മറന്നു ഓർമ്മയില്ലല്ലോ ഞാൻ ആരാണെന്ന് ഓർമ്മയില്ലല്ലോ. ഉപനിഷത്തുകളൊക്കെ പറയുന്നത് എന്താണ്? തത്വമസി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നീ അത് തന്നെയാണ്. നീ
പിന്നെ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ് മഹാവാക്യങ്ങളൊക്കെ പറയുന്നത് എന്താണ്? നീ ഒരു ചില്ലറക്കാരനല്ലെന്നാണ്. അതിൻ്റെ സാധാരണ മലയാളം കേട്ടോ, സാധാരണ മലയാളം അഹം ബ്രഹ്മാസ്മിയുടെ അർത്ഥം എന്താ? നീ വലിയ പുള്ളിയാണ് കേട്ടോ, ഇത് നീ കാണുന്ന ചെറിയ പുള്ളിയല്ല എന്നാണ്. ഞാനീ കൊച്ചു വീട്ടിൽ ജനിച്ച അല്ലല്ല, നീ കൊട്ടാരത്തിലെ ആളാണെന്നാണ് ഈ പറയുന്നത്. നിനക്കിതെല്ലാം അവകാശപ്പെട്ടതല്ലേ? അതുകൊണ്ട് നീ ഇപ്പം ആരുടെ മകനെന്നോ, നിന്റെ വീട്ടിൽ പൈസയുണ്ടോ, നിന്റെ വീട് ചെറുതാണോ, നിന്റെ അച്ഛന് സൈക്കിളാണോ കാറാണോ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. എല്ലാത്തിനും സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ഉടയവനുമായിട്ടുള്ള പരമ ചൈതന്യത്തിൻ്റെ മകനല്ലേ നീ, അമൃതസ്യ പുത്രനല്ലേ എന്നൊക്കെ ഉപനിഷത്തുകൾ എത്ര ഭംഗിയായി പറഞ്ഞിട്ടും നമുക്ക് എന്താണ് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇല്ലേ? പിന്നെ നമ്മുടെ വിചാരം നമുക്ക് ഈ അഹന്തയാണല്ലോ, നമ്മൾ ഈ വലിയ പുള്ളി എന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശാവാസ്യത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊട്ടാണ് തരുന്നത്, ഈശാവാസ്യം പിടിച്ച് ഒരു കിഴുക്കാണ് തരുന്നത് കേട്ടോ. ഈശാവാസ്യം ഇതം സർവം, ഇവിടെ ഇതെല്ലാം എൻ്റെതാണ് കേട്ടോ. ഞാൻ ഇവർ പറയുന്ന വ്യാഖ്യാനമല്ല ഞാൻ പറയുന്നത്. ഈശാവാസ്യം ഇതം സർവം, ഈ കാണുന്നതെല്ലാം എൻ്റെതാണ്, ഈശ്വൻ്റെതാണ്. ഈശ്വൻ വസിക്കുകയാണ്, പെർമിയേറ്റഡ് വിത്ത് ഡിവൈൻ എനർജി. ഇതെൻ്റെതാണ്, ഈശ്വൻ്റെതാണ്. ഈശ്വൻ്റെതല്ലാതായി ഒന്നുമില്ല. എൻ്റെത് നിൻ്റെത് എന്ന് പറയുന്നത് ഒന്നും നിൻ്റെതുമല്ല, ആരുടേതുമല്ല, ഈശ്വൻ്റെതാണ്. ഇറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. ഈശാവാസ്യം ഇതം സർവം, സർവം എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഒന്നുമില്ല. നമ്മൾ ഈ കാണുന്ന സർവമല്ല, നമ്മൾ കാണാത്ത പ്രപഞ്ചം മുഴുവൻ, അണ്ടകടാഹം മുഴുവൻ, സങ്കല്പിക്കാൻ സാധിക്കുന്ന സമസ്തവും ഈശാവാസ്യം ഇതം സർവം. ആ സർവത്തിൻ്റെ അർത്ഥം അതാണ് കേട്ടോ, ഈശാവാസ്യം ഇതം സർവം. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? പിന്നെ പറയുന്നുണ്ടല്ലോ, മാ ഗൃധ, മോഷ്ടിക്കരുതെന്നാണ്, അപഹരിക്കരുത്, കാരണം നിൻ്റെതല്ലല്ലോ ഇത്. പക്ഷേ നീ അനുഭവിച്ചോ, തേന തെക്തേന ഭുഞ്ചീത എന്ന് പറയുന്നത് പോലെ ത്യാഗബുദ്ധിയോട് കൂടി ഇത് നിൻ്റെതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നീ അനുഭവിച്ചോ. കാരണം വേറെ ആർക്കുള്ളത്, നിനക്കുള്ളത് തന്നെ, വിഷമമൊന്നുമില്ല. പക്ഷെ നീ അതിൻ്റെ ഓണറല്ല കേട്ടോ. ഈ ചില വാടക മുതലാളിമാർ വന്ന് വീട്ടുടമസ്ഥൻ പറയുമല്ലോ, ഈ മുറി ഞാൻ വച്ചേക്കും കേട്ടോ, അത് നിങ്ങൾക്ക് തരുന്നില്ല, കാരണം നിങ്ങളെ പുറത്താക്കണമെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഗുണ്ടകളെ കൊണ്ട് താമസിപ്പിക്കണം, അതിനാണ് കേട്ടോ. അതിനാണ് ഒരു മുറി, അല്ലാതെ ഇതിനാണ് ഒരു മുറി വെച്ചിരിക്കുന്നു, ഒരു മുറി തരികയല്ല. ഇതങ്ങനെയൊന്നുമില്ല, എല്ലാം തുറന്നു തന്നിരിക്കുകയാണ്, നീ അനുഭവിച്ചോ. പക്ഷെ നിൻ്റെതല്ല. ത്യാഗബുദ്ധിയോടുകൂടി തെക്തേന ഭുഞ്ചീത എന്നാണ് പറയുന്നത്. നീ ഭുജിച്ചോ, നീ അനുഭവിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഈ ഭൂമി നമുക്കുള്ളതാണ്, പക്ഷേ നമ്മുടേതല്ല. ഇവിടെ ജീവിക്കാൻ അനുവാദമേ തന്നിട്ടുള്ളൂ, കുറച്ചു കാലം കഴിയാനേ അനുവാദം തന്നിട്ടുള്ളൂ. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ വളരെ 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 കുറച്ചു കാലം. വളരെ കുറച്ചു കാലം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ്? 80, 90, 100 വയസ്സൊക്കെ ഇരിക്കുന്നില്ലേ? അതൊന്നും ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കോസ്മോസ് വിശ്വമോ എന്താണ്, ഈ ജഗത്തിൻ്റെ കണക്ക് കൂട്ടലിൽ നമ്മൾ ജീവിക്കുന്ന 100 വർഷമൊന്നും അടയാളപ്പെടുത്താൻ അവിടെ ഒന്നുമില്ല, അവിടെ ഇല്ല. അത്രയും ഒരു പൊട്ടിടാൻ പോലും സമയമില്ല. ഒരു പൊട്ടിട്ടാൽ തന്നെ 10,000-2000 വർഷമായി പോകും. കാരണം ഇതുവരെ ഭൂമിയിൽ വന്നെത്താത്ത അത്രയും അകലത്തിൽ പ്രകാശവർഷം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 1,00,000 എത്രയോ ആണല്ലോ, 86,000 മൈലോ മറ്റോ ആണല്ലോ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സഞ്ചരിച്ചിട്ട്, ലോകമുണ്ടായ കാലം മുതൽ സഞ്ചരിച്ചിട്ട് ഇപ്പോഴും ഇവിടെ വന്ന് എത്തിയിട്ടില്ലാത്ത അത്രയും അകലത്തിലുള്ള നക്ഷത്രവ്യൂഹങ്ങൾ ഉണ്ട്. മനസ്സിലായില്ലേ? ഇതുവരെ എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നക്ഷത്ര വർഷങ്ങളെന്ന് പറയുന്നത് അത്രയും, അതാണ് കാലാതീതനായിട്ടുള്ള ദൈവം എന്നൊക്കെ പറയുന്നത്. കാലാതീതൻ, കാലമെല്ലാം അദ്ദേഹത്തിന് അധീനമാണ്, ഭഗവാൻ അധീനമാണ്. കാലത്തിനകത്തല്ല ഭഗവാൻ, കാലത്തിൽ അതീതനാണ്. കാരണം കാലത്തിൻ്റെ സൃഷ്ടാവുമാണ്, സകല കാലത്തിനും അതീതൻ. അങ്ങനെയുള്ള കാലാതീതനായ ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലിൽ നമ്മുടെ 100 വർഷം കണക്ക് കൂട്ടാനും എഴുതാൻ അവിടെ സ്ഥലമില്ല. അത് നമ്മൾ ചില്ലറ വേണ്ടെന്ന് പറയുമല്ലോ, ചില ഹോട്ടലൊക്കെ കയറിയിട്ട് 198 രൂപ 2 രൂപ ഇരിക്കട്ടെ വേണ്ട എന്ന് പറയുന്നത് പോലെ ഈ കണക്കില്ലാത്തതാണ് 100 വർഷം. നമ്മുടെ APJ അബ്ദുൽ കലാം സ്ഥിരമായി പറയുന്നൊരു വാചകമുണ്ട്, I have encircled the sun 84 times. ഞാൻ 84 തവണ സൂര്യനെ ചുറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരം പറയാം. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 73 തവണ സൂര്യനെ ചുറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹം നമ്മളെ കൊണ്ട് ചുറ്റിയെന്നർത്ഥം. ഈ ഗ്രഹം ചുറ്റുന്നത് കൊണ്ടാണല്ലോ, തിരിയുന്നത് കൊണ്ടാണല്ലോ രാത്രിയും പകലും.
അവിടെ രാത്രിയുമില്ല പകലുമില്ല, അനാദിയായിട്ട് നിൽക്കുകയല്ലേ. സൂര്യൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെയാണ്. സൂര്യനല്ല, ഈ സൂര്യനെ പോലും സൃഷ്ടിച്ച മഹാശക്തിയെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള 100 വർഷം ഇവിടെ ജീവിക്കുന്ന നമ്മളോട് ഉപനിഷത്ത് പറയുന്നത് എന്താണ്? ഇതൊന്നും നിൻ്റെതല്ല, നീ ഉപയോഗിച്ചോ, എനിക്ക് വിരോധമൊന്നുമില്ല, യു എൻജോയ് ഇറ്റ് എന്ന് പറഞ്ഞു തന്ന ആ ഭൂമിയെ നമ്മുടെ പൂർവികർ, വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ പൂർവികർ ഈ ഭൂമിയെ പൃഥ്വിയായി, ധരയായി, ധരിത്രിയായി, അമ്മയായി, ഭൂമി ദേവിയായിട്ടൊക്കെ ആരാധിച്ച് പൂജിച്ച് പവിത്രീകരിച്ച് നമ്മളിവിടെ സൂക്ഷിച്ചു. ഭൂമിയെ മാത്രമല്ല, നമ്മൾ ചവിട്ടുന്നതിന് മുമ്പ് തന്നെ മാപ്പ് ചോദിച്ചിട്ടാണ് ചവിട്ടുന്നത്. അതൊരു ഭാവമാണ്. ഇതാണ് സനാതന ഭാരതത്തിൻ്റെ ഭാവം. ഈ ഉപനിഷത്തിൽ പറയുന്നത് എൻ്റെതല്ല, എന്നെ അനുവദിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അനുവാദം ചോദിക്കുകയാണ്, ഞാൻ ചവിട്ടിക്കോട്ടെ, ഈ വെള്ളം ഞാൻ എടുത്തുകൊട്ടെ, നിൻ്റെതല്ലല്ലോ, പെർമിഷൻ വേണ്ടേ? അതാണ് ആ ഭാവമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയെ കാത്തു സൂക്ഷിച്ചത്. നമ്മൾ ഈ വായുവിനും കാറ്റിനും പിന്നെ എല്ലാത്തിനും ദേവതകളെ ഉണ്ടാക്കിയത് എന്തിനാണ്? അവരെല്ലാം ദിവ്യമാണ്. ദേവനെന്ന് പറഞ്ഞാൽ അതാണല്ലോ, ദിവ്യമാണത്, ഡിവൈനാണ്. അതൊക്കെ ദിവ്യമായിട്ടുള്ളതാണ്. കാരണം നമുക്കറിഞ്ഞുകൂടാ, നമുക്ക് അനുഭവിക്കാൻ തന്നിരിക്കുകയാണ് ഈ പഞ്ചഭൂതങ്ങൾ. അഗ്നി ആയാലും ശരി, വെള്ളമായാലും ശരി, ആകാശമായാലും ശരി, വായു ആയാലും പൃഥ്വി ആയാലും ഒക്കെ നമ്മളുടെ ജീവിതം ഇവിടെ സുഖമായി കൊണ്ടുപോകുന്നതിന് അനുപൂരകമായിട്ടുള്ള എല്ലാം തന്ന് നമ്മളെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുന്നത് പോലെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല 5 സ്റ്റാർ ഹോട്ടലെന്ന്. കാരണം ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ സൗരയൂഥത്തിൽ, ഇപ്പോഴുള്ള സൗരയൂഥത്തിൽ നമ്മൾ നിൽക്കുന്നതിനേക്കാളും ഇത്തിരി കൂടെ സൂര്യനോട് അടുത്താൽ നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല, കരിഞ്ഞു പോകും. ഈ ഭൂമിയുടെ ഭ്രമണപഥം കുറച്ചും കൂടെ ദൂരോട്ട് പോയാൽ തണുപ്പ് കാരണം ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി കുറച്ചുകൂടെ കൂടിയാൽ നമുക്കിവിടെ നടക്കാൻ പോലും സാധ്യമല്ല, നമ്മൾ അമങ്ങിപ്പോവും. അതുകൊണ്ടല്ലേ സുനിത വില്യംസ് ഒക്കെ ഈ നീന്തുന്ന കണ്ടിട്ടില്ല, അവിടെ ഗ്രാവിറ്റി ഇല്ല. ഗുരുത്വാകർഷണം കുറഞ്ഞാലോ പറക്കുന്ന പോലെ ഭൂമി ചവിട്ടി നടക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള വായു, ആ വായുവിനെ നിലനിർത്താനുള്ള ഗുരുത്വാകർഷണം, നമുക്ക് വേണ്ട ഓക്സിജൻ, ആ ഓക്സിജനെ ശുദ്ധീകരിക്കാനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിന് കൊടുത്തു, മരങ്ങൾക്ക് കൊടുത്തു, പ്രകൃതി ഉണ്ടാക്കി. എല്ലാം 5 സ്റ്റാർ ഹോട്ടലെന്ന് ഞാൻ പറയാം, 5 സ്റ്റാർ ഹോട്ടലിൽ തോറ്റുപോകും. പരമസുഖമായി ജീവിക്കാനുള്ള എല്ലാം നമുക്ക് തന്നിരിക്കുന്നു. ശുദ്ധമായ വെള്ളം, ഡിസ്റ്റിൽഡ് വാട്ടറാണ് തരുന്നത് കേട്ടോ, ഡിസ്റ്റിൽഡ് വാട്ടറാണ്. സൂര്യന് ഈ വെള്ളമൊക്കെ എടുത്ത് ഡിസ്റ്റിൽഡ് വാട്ടറാണ് പ്യൂറസ്റ്റ് വാട്ടർ. നമ്മൾ ഈ കുപ്പിവെള്ളത്തിനേക്കാളും പ്യൂറാണിത്. അത് പിന്നെ ഇമ്പ്യൂർ ആവുന്ന എപ്പോഴാണ്? നമ്മളിവിടെ ഉയർത്തിവിട്ട ഈ ഡസ്റ്റിൽ കൂടെ വെള്ളം വരുമ്പോഴത്തേക്ക് അത് ഇമ്പ്യൂർ ആവും, ഇല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഒന്നുമില്ല. മഴവെള്ളമാണ് ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ, കാരണം ഡിസ്റ്റിൽഡാണ്. അങ്ങനെയുള്ള വെള്ളം, ശുദ്ധമായ പ്രകൃതി, വായു എല്ലാം തന്നിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ജീവിച്ച സനാതനധർമ്മത്തെ പറ്റി നമ്മൾ പറഞ്ഞു. വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ കാണുന്ന ഒരു ഭാവമുണ്ട്. ഈ പ്രകൃതിയുടെ മുമ്പിൽ കൂപ്പുകൈയോടെ മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം. എല്ലാത്തിനും ശാന്തി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ഭൂമിക്ക് സുഖം വരട്ടെ, ശാന്തി വരട്ടെ, ശാന്തി മന്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനോഭാവം കൊണ്ട് ഈ സ്വസ്തിർഭവതു, എല്ലാത്തിനും സ്വസ്തി വരട്ടെ എന്നാണ് പറയുന്നത്. അല്ലാതെ നീ നശിച്ചുപോട്ടെ എന്നല്ല. ഈ ഭൂമിക്ക് സ്വസ്തി, വായുവിന് സ്വസ്തി, ജലത്തിന് സ്വസ്തി, എനിക്കും സ്വസ്തി. കാരണം എങ്കിലേ എനിക്ക് സ്വസ്തി ഉണ്ടാവൂ, ഇല്ലേ? അല്ലാതെ ജലത്തിനിങ്ങനെ മലിനജലം, മലിനവായു, പിന്നെ എനിക്കങ്ങനെ സ്വസ്തി ഉണ്ടാവും. ഡൽഹിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വസ്തിയുണ്ട്. മാസ്കും കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത് വിൻ്ററിൽ. ലോകത്തിലെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷ മലിനീകരണമുള്ള നഗരമാണ് ഇന്ന് ഡൽഹി. നഗരങ്ങളിലൊന്ന്. ഇതിനേക്കാളും എല്ലാം കാണും മലിനമുള്ളത് ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ കേരളം തന്നെ എടുക്കുക, 44 പുഴകളുണ്ടെന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിലെ സകല നദികളും മോശമാണ്. സകല നദികളും മോശമാണ്. ഗംഗാനദി പവിത്രീകരിക്കാൻ ഗവൺമെൻറ് പരിശ്രമിക്കുന്നത് വളരെ വലിയ ഒരു യജ്ഞം. എന്നാൽ ഡൽഹിയിലൂടെ ഒഴുകുന്ന യമുന നദി അത് ഓടയേക്കാളും മോശം. ഈ യമുനയുടെ കരയിലാണ് ശ്രീകൃഷ്ണൻ രാസലീല ആടിയത് നമ്മൾ ഓർക്കണം. ഇപ്പോഴെങ്ങാനും ഈ യമുന കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ശ്രീകൃഷ്ണൻ കണ്ടിരുന്നെങ്കിൽ സുദർശന ചക്രം എടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിൽ പോകുന്നവർക്ക് യമുന കാണാം. യമുനയ്ക്ക് പണ്ടേ കറുപ്പാണ്, പക്ഷേ ഈ കറുപ്പല്ല. യമുനയെ നിന്നയുടെ മാറിൽ
പിന്നെ നിറയെ കാർ നിറം എന്തെന്നൊക്കെ കൊണ്ട് ONV ഒരു പാട്ടില്ലേ, യമുനയ്ക്ക് കറുപ്പാണ്, ഗംഗ അങ്ങനെയല്ല, ഒരു ഹിരൺമയമാണ്. അപ്പോൾ ഈ കേരളത്തിലെ 44 നദികൾ ഒന്നിനു മേൽ ഒന്നായി നമ്മൾ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. സഹ്യപർവ്വതം ഏതാണ്ട് തീർന്നു, കാലാവസ്ഥ ഈ പരുവത്തിലായി, ഭൂമി മലിനയായി. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ആധുനികമായിട്ടുള്ള കച്ചവടത്തിന് വേണ്ടി, വിപണനത്തിന് വേണ്ടി നമ്മളെല്ലാം ഉപഭോക്താക്കളാക്കി മാറ്റിക്കൊണ്ട് എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് സംഭവിച്ചാൽ എനിക്കെന്താണ്, എനിക്ക് പണം കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാൽ നയിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഭൂമിയുടെ പവിത്രത പരിരക്ഷിക്കാൻ നമുക്ക് സമയമില്ല. അന്താരാഷ്ട്ര ഭീമന്മാർ വന്ന് ഗവൺമെൻറ്റുകളോട് പറയുന്നത് എന്താണ്? ഈ കാട് എനിക്ക് പതിച്ചതാ, ഈ ഭൂമി എനിക്ക് പതിച്ചതാ, ഈ വെള്ളം എനിക്ക് പതിച്ചതാ, ഈ കടൽ എനിക്ക് പതിച്ചതാ. എന്തിന്? ഇതിൽ നിന്ന് ഭൂമി നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ച ഈ വിഭവങ്ങളെല്ലാം എടുത്ത് എനിക്ക് ഉൽപ്പന്നങ്ങളാക്കി നിങ്ങൾക്ക് തന്നെ വിറ്റ് ആ ലാഭം കൊണ്ട് എനിക്കിനി പുതിയ കച്ചവടം തുടങ്ങണം. ഇന്ന് രാവിലെ ഞാൻ ഒരു സ്വദേശി വിപണന മേള ഉദ്ഘാടനം ചെയ്യാൻ പോയി. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ. ഗാന്ധിജി അതൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും ഇന്ന് ആരും അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, സാധനം എടുത്തുകൊണ്ട് വരുന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതാണല്ലോ ചെയ്യുന്നത്. ഇതെല്ലാം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയതയുടെ സ്ഥാനം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് ഞാനീ പറഞ്ഞ് ദീർഘിപ്പിച്ച് പറഞ്ഞെങ്കിലും പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഭൂമിയെയും നിർത്താൻ പറയണം കേട്ടോ. മന്ത്രി വരില്ലേ? മന്ത്രി വരുമ്പോൾ നിർത്തിയാൽ പോരെ. ഈ ഭൂമിയെയും നമുക്ക് വരദാനമായി കിട്ടിയ, ആര് വിചാരിച്ചാലും ഇങ്ങനൊരു ഭൂമി ഉണ്ടാക്കാൻ സാധ്യമല്ലല്ലോ. നമുക്ക് ഈ ഭൂമിയിൽ വീട് വയ്ക്കാം. എങ്ങനെ? ഭൂമിയിൽ നിന്ന് വല്ലതൊക്കെ കുഴിച്ചെടുത്തിട്ട് വീട് വയ്ക്കാം. നമുക്കുള്ള ഒരു സാധനവും പുറത്തുനിന്ന് വരില്ലല്ലോ, ഭൂമിയിൽ നിന്ന് തന്നെ എടുക്കണ്ടേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ പാർപ്പിടം, എല്ലാം 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 ഈ ഭൂമി എന്ന് പറയുന്ന അമ്മ നമുക്ക് തന്നതാണ്. ഈ ഭൂമി ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല, നശിപ്പിക്കാനേ നമുക്ക് സാധിക്കൂ. വായു ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല, മലിനവായു ഉണ്ടാക്കാനേ നമുക്ക് സാധിക്കൂ. ജലത്തെ മുഴുവൻ മലിനമാക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് ശുദ്ധജലത്തിന് ലിറ്ററിന് 19 രൂപ 20 രൂപ വെച്ച് കൊടുത്ത് നമ്മൾ വാങ്ങിക്കും. ഒരു 10 മിനിറ്റ് നേരം മഴ പെയ്താൽ എത്രയോ ബില്യൺ ലിറ്ററാണ് സൗജന്യമായിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. ഈ അമ്മയുടെ കാരുണ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാക്കുകളില്ല വർണ്ണിക്കാൻ. അബണ്ടൻസ് എന്ന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്, ധാരാളിത്തമാണ്. 10 മിനിറ്റ് മഴ, എത്രയെങ്കിലും ബില്യൺ ലിറ്റർ വെള്ളമാണ് ആകാശത്തുനിന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ തന്നിരിക്കുകയാണ്. നീ എടുത്തോ. നിനക്കിപ്പോൾ സമയമില്ലെങ്കിൽ കിണറിലോ ഭൂഗർഭജലത്തിലോ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ ജലാശയത്തിലുണ്ടാവും. നമുക്ക് ശ്വസിക്കാൻ വായു, നമുക്ക് കഴിക്കാൻ ഭക്ഷണം, നമുക്ക് ശ്വസിക്കാൻ നമുക്ക് വേണ്ട വെള്ളം, നമുക്ക് പാർക്കാൻ ഭൂമി, എല്ലാം തന്ന് നമ്മളെ പരിപാലിക്കുന്ന ആ പരമ ചൈതന്യത്തെപ്പറ്റി ഓർത്തുകൊണ്ട്, ആ പരമചൈതന്യം നമ്മളോട് ഏതുവിധം നിരുപാധികവും എന്താണ് അബണ്ടൻസ് എന്ന വാക്കെന്താണ്, ആ ഒരു സമൃദ്ധി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലോ പെരുമാറ്റത്തിലോ ദൈവം നമുക്ക് തന്ന ഈ സ്നേഹത്തിൻ്റെ സമൃദ്ധി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ പിശുക്കുന്നൊരു സംഭവം പ്രകൃതിയിലില്ല, അറിയാമോ? പ്രകൃതിയിൽ പിശുക്കയില്ല. പ്രകൃതിയിലൂടെയാണല്ലോ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം നേരിട്ട് സംസാരിക്കുകയില്ല, പ്രകൃതിയിലൂടെയാണ് സംസാരിക്കുന്നത്. പ്രകൃതിയിൽ എന്തിനെങ്കിലും പിശുക്കുണ്ടോ? വസന്തകാലം വന്നാൽ പൂക്കൾ ഉണ്ടാവുന്നത് 1-2 ആണോ? നീ 10 പൂവുണ്ട്, അത്രയും കണ്ടാൽ മതി. ആരും വിചാരിക്കുന്നില്ല. നിങ്ങൾ പൂ ഇങ്ങനെ തരികയല്ലേ. കാട്ടുപൂക്കളാണെങ്കിൽ ആരും കാണാതെ വിരിയുന്നു, കൊഴിയുന്നു. നമ്മുടെ ഉദ്യാനത്തിലെ പൂക്കൾ കൊഴിയുന്നു, ഇഷ്ടം പോലെയാണ്, അബണ്ടൻസാണ്, അവിടെ പിശുക്കില്ല. അങ്ങനെ ഇതെല്ലാം ധാരാളമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാത്തിലും പിശുക്ക് കാണിക്കുന്ന മനുഷ്യൻ, അവന് ഓർമ്മശക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് വല്ല തെറ്റുമുണ്ടോ? നമുക്ക് കിട്ടിയതിനൊന്നും കണക്കില്ല കേട്ടോ. കൊടുക്കുന്നതിനേക്കാൾ കണക്കും പലിശയുമുണ്ട്. കൊടുക്കുന്നതിനെല്ലാം കണക്കും പലിശയുമുണ്ട്. എല്ലാം അളന്ന് തൂക്കി. എൻ്റെ മോളുടെ കല്യാണത്തിന് അവൾ വന്നില്ല, ഞാൻ പോവില്ല അവളുടെ കല്യാണത്തിന്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ പല ബന്ധുക്കളും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ മോളുടെ കല്യാണത്തിന് അവരെ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇനി വന്നെങ്കിൽ തന്നെ അവൾ എന്താണ് നമുക്ക് ഗിഫ്റ്റ് തന്നെന്നറിയാമല്ലോ, അതൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി.
എല്ലാം അളന്നു കുറിച്ച് കണക്ക് പുസ്തകമാണ് ജീവിതം എന്നൊരു പാട്ടിൽ പറഞ്ഞതുപോലെ കണക്ക് പുസ്തകമാണ്. എന്നാൽ ദൈവം നമുക്ക് ഒരു കണക്കും വെച്ചിട്ടില്ല. കണക്ക് വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കൊള്ളരുതായ്മയ്ക്കും കണക്ക് വെച്ചിട്ടില്ല. വളരെ നിഷ്കളങ്കമായ ഒരൊറ്റ വിളി മതി ഇതുവരെ ചെയ്തതൊക്കെ മറക്കുന്നു. അജാമിളൻ്റെയൊക്കെ കഥ അതാണല്ലോ. നിങ്ങൾ ഭാഗവതം വായിക്കുമ്പോൾ ഇതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബന്ധമുണ്ട് കേട്ടോ. ഇതുവരെ ചെയ്തതൊക്കെ പോട്ടെ, ഒറ്റ വിളി മതി, ആത്മാർത്ഥമായൊരു വിളി മതി. ദൈവത്തിൻ്റെ ഹൃദയം അലിഞ്ഞ് എല്ലാം പുറത്ത് നമ്മളെ കെട്ടിപ്പിടിക്കുകയാണ്. നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് ഭക്തി നമ്മളോട് ആവശ്യപ്പെടുന്നത്, അല്ല വേറൊന്നുമല്ലെന്നാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കൊടുപ്പിൽ, നമ്മൾ ഈ കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യം, സ്നേഹമാണെങ്കിലും ദ്രവ്യമായാലും ശരി, ധാരാളമായിട്ട് കൊടുക്കുക. അതിനൊക്കെ അവിടെ കണക്കുണ്ട് കേട്ടോ. നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കിട്ടും. കൊടുക്കും തോറും വേറിടെന്നൊക്കെ പണ്ട് ഉള്ളൂരിൻ്റെ ഒരു കവിതയില്ലേ, അത് വിദ്യയെ പറ്റിയാണ് പറയുന്നത്. കൊടുക്കും തോറും വേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാലം ജീവിച്ച അനുഭവത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരാളിന്, ഞാൻ ഈ അഹങ്കാരം പറയല്ല കേട്ടോ, എനിക്ക് ഈ അഹങ്കാരം പറച്ചിലും താൻ പോരുമയില്ല എനിക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു വലിയ പാഠമുണ്ട്. എപ്പോൾ നീ പിശുക്ക് കാണിച്ചിട്ടുണ്ടോ കയ്യിലിരിക്കുന്നതും കൂടെ പോവും, സംശയമില്ല. ഒരാൾ 1000 രൂപ ചോദിച്ചു, അവന് 300 രൂപ കൊടുത്താൽ മതി എന്ന് വിചാരിച്ചെങ്കിൽ നിന്റെ കയ്യിലിരുന്ന 700 രൂപ വേറെ എങ്ങനെയെങ്കിലും പോയിരിക്കും, സംശയം വേണ്ട. എന്നാൽ എന്നെ സഹായിക്കുമോ എന്ന് വന്ന് ചോദിച്ചു, അയാൾ 500 രൂപ ആയിരിക്കും പ്രതീക്ഷിച്ചത്, 1000 രൂപ കൈ കൊടുത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് പിറ്റെന്ന് ഇവിടെ നിന്നെങ്കിലും ഇതിൻ്റെ 4 ഇരട്ടി വന്ന് ചാടും, വന്നിരിക്കും. ഞാനിത് ഇനിയിപ്പോൾ എത്ര കാലം ജീവിക്കാനുണ്ട്? ഞാനതൊന്നും കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. 73 വയസ്സിൽ ഞാൻ പറയുന്നു, നിങ്ങൾ യു ട്രസ്റ്റ്, ദൈവത്തിൻ്റെ ഈ അപാരമായിട്ടുള്ള ധാരാളിത്വത്തിൽ, ദാനത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ, കൊടുക്ക്. ഒരു കണക്കും വേണ്ട, എല്ലാത്തിനും അവിടെ കണക്കുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടറാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ എൻട്രി ആയി കഴിഞ്ഞു, അവിടെ ഇവർക്ക് കൊടുക്കണം. അങ്ങനെ സ്നേഹത്തോടു കൂടി കൊടുത്തല്ലോ, ഒരു ബുദ്ധിമുട്ടും വരുത്താൻ പാടില്ല. അബണ്ടൻസ് ആണ്. ഒരു ദിവസം അല്ലെ ഒരാഴ്ച ഞാൻ ഈ പറഞ്ഞതൊന്ന് പരീക്ഷിക്കും. ഞാൻ ഈ കലവൂര് വരെ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണമല്ലോ, എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണമല്ലോ. ഒരാഴ്ച കണക്ക് വയ്ക്കാതെ, സ്നേഹമായാലും ദ്രവ്യമായാലും കണക്ക് വയ്ക്കാതെ ഒന്ന് കൊടുക്ക്. കൊടുത്തതിൻ്റെ ഇരട്ടി വരും. അതിലേക്ക് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഞാൻ തരൂല്ല, തരാൻ മാത്രം എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, പക്ഷേ വരും. കാരണം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ധർമ്മം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, മണി 7 ആവുന്നു. ഭാരതീയ തത്വചിന്തയിൽ മാത്രമേ, സനാതന ധർമ്മത്തിൽ മാത്രമേ എല്ലാ കാര്യവും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ പറ്റി പറയുന്നുള്ളൂ. സനാതനധർമ്മം സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ അർത്ഥം അറിഞ്ഞുകൂടാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ധർമ്മമാണ് നമ്മുടെ മതം. ലോകത്ത് മറ്റൊരു ഭാഷയിലും ധർമ്മത്തിന് തുല്യമായ ഒരു പദമില്ല. ഇംഗ്ലീഷ് ഭാഷ വളരെ സമൃദ്ധവും സമ്പന്നവുമായ ഇംഗ്ലീഷ് ഭാഷയിൽ ധർമ്മത്തിന് എന്താ ഇംഗ്ലീഷ്? റൈച്വസ്നെസ് എന്നൊക്കെ പറയും ഒക്കെ. അല്ല, അതൊന്നും പോരാ. അതല്ല സുഹൃത്തെ, റൈച്വസ്നെസ് അല്ല ധർമ്മം. ധർമ്മം മറ്റൊന്നാണ്. ഇറ്റ് ഈസ് മച്ച് ബിയോണ്ട് റൈച്വസ്നെസ്. റൈച്വസ്നെസ് നീതിപൂർവ്വമുള്ള പെരുമാറ്റം എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ ധർമ്മം അതല്ല. നമുക്ക് ജീവിതത്തിൽ എങ്ങനെയും ജീവിക്കാം, അത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ, കാമാർത്ഥ ധർമ്മ മോക്ഷങ്ങൾ. കാമം, അർത്ഥം, ധർമ്മം, മോക്ഷം. കാമം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലസ്റ്റ് അല്ല അതിൻ്റെ അർത്ഥം, ആഗ്രഹങ്ങൾ, ഡിസയേഴ്സ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? മനുഷ്യനായി ജനിച്ചാൽ അവൻ ആഗ്രഹം വരും. കല്യാണം കഴിഞ്ഞാൽ കൊച്ചിന് വേണമെന്ന് തോന്നും, ആഗ്രഹം വരും. കൊച്ചു ജനിച്ചാൽ കൊച്ചിന് മാല വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം വരും. നമുക്ക് കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം വരും. ഇതൊന്നും തെറ്റില്ല, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്ത് കാമവും എന്ത് ആഗ്രഹവും മോശമല്ല. എല്ലാവരും സന്യാസിമാരായിട്ട് ജീവിക്കണമെന്ന് ഭാരതീയ തത്വശാസ്ത്രം പറയുന്നതേ ഇല്ല. സന്യാസം എന്നുള്ളത് പോലും താടി വളർത്തി കാട്ടിപ്പോയിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ന്യസിക്കണം. തേന തെക്തേന പുഞ്ചീത, അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സുഖിച്ചോളൂ. പക്ഷേ ഏത് കാമപൂർത്തി നടത്തുമ്പോഴും ധർമാനുസാരി ആയിരിക്കണം. ധർമ്മമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പുരുഷാർത്ഥങ്ങൾ പരിപാലിക്കുമ്പോൾ ധർമാനുസാരി ആയിരിക്കണം. രാവണൻ വളരെ ബുദ്ധിമാനും ശക്തൻ, കരുത്തൻ, ഭക്തൻ, ശിവഭക്തൻ,
കവി, ഗായകൻ, സുന്ദരൻ, അതിബലൻ എല്ലാം ഉണ്ട് കേട്ടോ. എന്താ ഇല്ലാത്തത്? സുന്ദരിയായ മണ്ഡോദരി ഭാര്യ. പക്ഷേ വേറെ വല്ലവർക്ക് സുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിൽ അതും ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അയാളുടെ കാമം ധർമ്മ അനുസാരിയല്ല. രാവണന് വേറെ ദോഷമൊന്നുമില്ല കേട്ടോ, ഈ ഒരു ദോഷമേ ഉള്ളൂ, മതിയല്ലോ. വേറെ ശത്രുക്കൾ എന്തിനാണ്? രാമായണത്തിന്റെ പൊരുളതല്ലേ. ധർമ്മം വെടിഞ്ഞിട്ട് എൻ്റെ കാമം നിവർത്തിക്കാൻ, അവൻ്റെ കാമം നിവർത്തിക്കാൻ നീ ശ്രമിച്ചുവോ, നിനക്കതിന് ശിക്ഷ കിട്ടിയല്ലേ പറ്റുള്ളൂ. അതാണ് ധർമ്മം. ഭാരതീയ ജീവിതത്തിന് അടിത്തറ എന്ന് പറയുന്നത് ധർമ്മമാണ്. ആ ധർമ്മം അർത്ഥം ഉണ്ടാക്കുന്നതിന് തെറ്റില്ല. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കിക്കോ, പണം ഉണ്ടാക്കുന്നതിന് ഭാരതീയ തത്വശാസ്ത്രം എതിരല്ല. നിങ്ങളെല്ലാവരും പിന്നെ കഞ്ഞി മാത്രമേ കുടിക്കാവുള്ളെന്നോ കഞ്ഞിയും പയറും മാത്രമേ കഴിക്കാവുള്ളെന്നോ എങ്ങും പറയുന്നില്ല. നിങ്ങൾക്ക് ധർമാനുസാരിയായ അർത്ഥമുണ്ടോ, ആസ്വദിക്കൂ. ഇതിനൊക്കെ അനുവദിച്ചിരിക്കുകയാണല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ നീ ഇതൊക്കെ ആസ്വദിച്ചോളൂ, പക്ഷെ ധർമാനുസാരിയായിരിക്കണം. അതാണ് ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്നത്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥവും കാമവും കൊണ്ട് നീ ജീവിക്കുമെങ്കിൽ ഈ പുരുഷാർത്ഥത്തിൻ്റെ 4ാമത്തെ മോക്ഷം നിനക്കുള്ളത്. നിർഭാഗ്യവശാൽ ആധുനിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ ധർമ്മത്തെ വെടിഞ്ഞു എന്നതാണ്. അവിടെ ഉപനിഷത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈശാവാസ്യത്തെ പറ്റി പറഞ്ഞു. അവിടെ തന്നെ നമ്മൾ ധർമ്മത്തെ ലംഘിച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിന്റെതല്ല, ത്യാഗബുദ്ധിയോടുകൂടി നീ ഇവിടെ ജീവിക്കണം. അതാണ് ഉപനിഷത്തുകളിലെ ജീവിതം. ഈ ഭൂമിയെ വന്ദിച്ചുകൊണ്ട്, ഒരു മരം വെട്ടുമ്പോൾ അതിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട്, അനുവാദം ചോദിച്ചുകൊണ്ട്, ഈ സർവ പർവ്വതങ്ങളെയും പിന്നെ സർവ്വ നദിയെയും എല്ലാം പൂജിച്ചുകൊണ്ട്, സർവവൃക്ഷങ്ങളെയും പൂജിച്ചുകൊണ്ട്, മൃഗങ്ങളെയും പൂജിച്ചുകൊണ്ട്, കാരണം അതിനകത്തെല്ലാം ഈ അമേയമായിട്ടുള്ള ചൈതന്യം പരിലസിക്കുന്നുവല്ലോ, ഇതൊന്നും എൻ്റെതല്ലല്ലോ, എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ എന്നുള്ള വിചാരത്തോടു കൂടി, ആ ഒരു വിനയഭാവത്തോടു കൂടി ഭാരതത്തിൻ്റെ പൗരാണികമായിട്ടുള്ള പാരമ്പര്യത്തിൽ ഒരു ജനവിഭാഗം ഇവിടെ ജീവിച്ചിരുന്നു. സനാതനധർമ്മം ഇൻ പ്രാക്ടീസ്, സനാതനധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ഒരു ജനവിഭാഗം ജീവിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഗാന്ധിജി സ്വാതന്ത്ര്യ സമര സമയത്ത് തന്നെ ഇതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ പോയാൽ അപകടമാണ്. പാശ്ചാത്യ ലോകത്തിന് ധർമ്മമില്ല. പാശ്ചാത്യ ലോകത്തിന് അവനവൻ്റെ വിപുലീകരണമല്ലാതെ മറ്റൊന്നുമില്ല. കൊളോണിയലിസം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ പിന്നെ കപ്പലുണ്ട്, പണമുണ്ട്, ആരുടെയെങ്കിലും രാജ്യം പോയി പിടിച്ച് കെട്ടിക്കൊള്ളുക, കീഴടക്കിക്കൊള്ളുക, കോളനിയാക്കിക്കൊള്ളുക, ഇവിടുന്ന് സമ്പത്തെല്ലാം അടിച്ചു മാറ്റിക്കൊള്ളുക. അതാണല്ലോ കൊളോണിയലിസം, അല്ലേ? വേറെ വല്ലതുമാണോ? രാഷ്ട്രീയ ധർമ്മം അവിടെ വികലമാക്കപ്പെട്ടു. അതാണ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പ്രശ്നം. മറ്റുള്ളവൻ്റെത് കീഴടക്കുന്നതിനോ അത് സ്വന്തമാണ് എന്ന് ധരിച്ച് അവനെ ഇല്ലാതാക്കിയിട്ട് വളരുന്നതിനോ പാശ്ചാത്യ സംസ്കൃതിക്ക് ബുദ്ധിമുട്ടില്ല. ഡൊണാൾഡ് ട്രംപിനും ബുദ്ധിമുട്ടില്ല, അമേരിക്കയ്ക്കും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണല്ലോ രാഷ്ട്രധർമ്മത്തെ പറ്റി ഒരു കാര്യം കൂടി പറയാതെ എനിക്ക് നിവൃത്തിയില്ല. ശ്രീരാമനെ പറ്റി പറയുമ്പോൾ അതിനു മുമ്പ് ഈ അഫ്ഗാനിസ്ഥാനല്ല ഇറാഖിലും അതുപോലെ ലിബിയയിലുമൊക്കെ അമേരിക്കൻ ഭരണകൂടം ഇടപെട്ടിട്ട് അവിടുത്തെ സ്വേച്ഛാധിപതി എന്ന് അവർ വിധി എഴുതിയ ഭരണാധികാരികളെ മുഴുവൻ നശിപ്പിച്ചെന്ന് മാത്രമല്ല, സദാം ഹുസൈനെ തള്ളി താഴെയിട്ട് അല്ലെങ്കിൽ കൊന്ന് വളരെ 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 അവമതിപ്പോടുകൂടി ആ ശരീരം, ജീവനറ്റ ശരീരത്തെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഗഡാഫിയുടെ ശരീരം ഓടയിൽ നിന്ന് കിട്ടി എന്നാണ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് അവിടെ കുട്ടിച്ചോറാക്കി ഏതോ പപ്പറ്റ് ഗവൺമെന്റിനെ, പാവ ഗവൺമെന്റിനെ പ്രതിഷ്ഠിച്ചിട്ട് അവരങ്ങ് പോയി. ഇത് 21-ാം നൂറ്റാണ്ടിലെ ചരിത്രം. അങ്ങ് ത്രേതായുഗത്തിലേക്ക് പോയാൽ തൻ്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് പോയ അധർമ്മം പ്രവർത്തിച്ച പിന്നെ ധർമാനുസാരി അല്ലാതെ കാമനിവൃത്തിക്ക് വേണ്ടി പരിശ്രമിച്ച അതിബലനായിട്ടുള്ള രാവണനെ വകവരുത്തി ശിക്ഷിച്ചു, കൊന്നു, വധിച്ചു. ശ്രീരാമ ബാണമേറ്റ് രാവണൻ മരിച്ചു കഴിഞ്ഞപ്പോ രാമൻ പറയുന്നുണ്ടല്ലോ, എന്നോട് പൊരുതി ധീരനായി മരിച്ച ഈ രാജാവിന് രാജോചിതമായ സംസ്കാരം കൊടുക്കണമെന്ന് വിഭീഷണനെ ചുമതലപ്പെടുത്തുന്നെന്ന് മാത്രമല്ല, അത് ചെയ്ത് തീർത്ത് വിഭീഷണന് രാജ്യവും ഭദ്രമായി ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ
തിരിച്ചു വരുന്നുള്ളൂ ശ്രീരാമൻ. അതാണ് രാജധർമ്മം. നിനക്ക് ശത്രുവിനെ വകവരുത്താം, പക്ഷേ രാജ്യത്തെ നശിപ്പിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഭാരതീയ രാജ്യധർമ്മത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ലങ്കയിൽ ശ്രീരാമൻ നടത്തിയ ഈ പട്ടാഭിഷേകം. വിഭീഷണനെ വാഴിക്കുകയാണ്. അദ്ദേഹത്തിന് ഇട്ടിട്ട് പോരാമല്ലോ, എൻ്റെ കാര്യം കഴിഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സീതയെ പിടിച്ചിങ്ങനെ പോന്നോ? ഇല്ലല്ലോ. അവിടെ നിന്ന് രാജോചിതമായ ശവസംസ്കാരം കൊടുക്കൂ രാവണനെന്ന് നിർദ്ദേശിച്ച് അത് നടത്തി വിഭീഷണനെ അവിടെ രാജാവാക്കി വാഴിച്ചിട്ട് മാത്രം ലങ്ക വിടുന്ന ശ്രീരാമചന്ദ്രന്റെ ആ ഉദാര ചരിതം എവിടെ? ഗഡാഫിയെ ഞങ്ങളിതാ ഓടയിൽ നിന്നും എടുത്തെന്ന് പറയുന്ന ആ ധിക്കാരത്തിന്റെ സ്വരം എവിടെ? അതാണ് അധർമ്മം. അധർമ്മത്തിന്റെ വിളയാടൽ എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ശത്രു ഉണ്ടാവാം, രാജ്യധർമ്മത്തിൽ ശത്രു ഉണ്ടാവാം, യുദ്ധമുണ്ടാവാം, യുദ്ധത്തിൽ ആളുകളെ വധിക്കാം, പക്ഷേ യുദ്ധത്തിനുമുണ്ട് ധർമ്മം എന്ന് പറഞ്ഞ രാജ്യം ഭാരതമാണ്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയിട്ട് ഈ ലോകത്തിലെ സമസ്ത മതങ്ങളിലെ പണ്ഡിതന്മാർ അവിടെ ഇരിക്കുന്ന സദസ്സിനോട് പറഞ്ഞത്, ഭാരതം ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഭാരതത്തിലേക്ക് ആക്രമിക്കപ്പെട്ട് വന്നവരെ സ്വീകരിച്ച ചരിത്രമാണ് എൻ്റെ ഭാരതത്തിനുള്ളത് എന്ന് അഭിമാന പുരസ്സരം 100-110 വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കാഗോയിൽ നിന്ന് ഈ സ്വാമിജി പറഞ്ഞതിൻ്റെ പൊരുൾ ഈ ഭാരതീയ ധർമ്മത്തിൻ്റെ ആ ഒരു ഉജ്ജ്വലതയാണ്. അതിലാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. നമ്മളൊരു രാജ്യത്തെയും ആക്രമിച്ച് കീഴടക്കിയില്ല. ഇവിടെ ലങ്ക കീഴടക്കിയ രാമൻ്റെ കഥ ഞാൻ പറഞ്ഞുവല്ലോ, തിരിച്ചു കൊടുത്തല്ലോ. പോയ കാര്യം നിർവഹിച്ചു, തിരിച്ചു വന്നു. അതാണ് രാജ്യധർമ്മം. യുദ്ധത്തിലും സകലതിലും ധർമ്മമനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഇതിഹാസം, ഭാരതത്തിൻ്റെ മനസ്സ്. അതാണ് നമ്മുടെ ഭാഗവതത്തിലായാലും ശരി, മഹാഭാരതത്തിലായാലും ശരി, എല്ലാത്തിലും ധർമ്മമാണ് ഇവിടെ പ്രശ്നം. ധർമ്മത്തിന് ച്യുതി വരാൻ പാടില്ല. ഭൂമിയോട് പ്രകൃതിയോട് നമ്മൾ ചെയ്യേണ്ട ധർമ്മം ചെയ്യാതിരിക്കുന്നതാണ് ആധുനിക പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുടെ മുഴുവൻ കാതൽ. ധർമ്മം തിരിച്ചു കൊണ്ടുവരൂ. ജലത്തിനോട് ചെയ്യേണ്ട ധർമ്മം അനുഷ്ഠിക്കൂ. ജലത്തിന് ചെയ്യേണ്ട ധർമ്മം എന്താണ്? അതിനെ മലിനീകരിക്കാൻ നമുക്ക് അർഹതയില്ല. കാരണം നമ്മുടേതല്ലെന്ന് പണ്ടേ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്? ഈ ഭൂമിയെ വൃത്തികേടാക്കാൻ നമുക്ക് അവകാശമില്ല. ധർമ്മത്തെ പുനഃസ്ഥാപിക്കൂ. ഭൂമിയോടുള്ള ബന്ധത്തിൽ, വായുവിനോടുള്ള ബന്ധത്തിൽ, സമ്പത്തിനോടുള്ള ബന്ധത്തിൽ, വ്യക്തികളോടുള്ള ബന്ധത്തിലെല്ലാം ഭഗവാനെ മുൻനിർത്തി ആ ധർമ്മത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് സനാതന ധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഞാൻ പറയും. അത് ഓരോ ജീവിതത്തിലും ഉണ്ടാവണം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും രാവിലെ എണീക്കുന്ന നിമിഷം മുതൽ ധർമ്മവുമായിട്ടുള്ള ഈ ബന്ധം നിലനിർത്തുമെങ്കിൽ, കൃതജ്ഞതയോടുകൂടി ഈ മഹാദാനങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുമെങ്കിൽ, ത്യാഗബുദ്ധിയോടുകൂടി ജീവിക്കുമെങ്കിൽ, ഇതം ന മമ, ഇതൊന്നും എൻ്റെതല്ല എങ്കിലും എന്നെ അനുവദിച്ചുവല്ലോ മഹാചൈതന്യമേ, മഹാമായേ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുമെങ്കിൽ നമ്മുടെ സകല കാര്യങ്ങളിലും, നമ്മുടെ ജീവിത ശൈലിയിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, സ്നേഹങ്ങളിൽ ഉപാധികളില്ലാതെ സ്നേഹിക്കുവാൻ എല്ലാം നമുക്ക് സാധിക്കും. ഭക്തി എന്ത് എന്നൊരൊറ്റ നിർവചനത്തിൽ അമ്മ തന്ന മഹാദാനത്തിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട്, മനസ്സുകൊണ്ട് സാഷ്ടാംഗം കുമ്പിട്ടുകൊണ്ട്, അമ്മേ ഈ കടപ്പാട് ഞാൻ എങ്ങനെ തിരിച്ചു തരും? എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ നോട്ടത്തിലൂടെ, സ്നേഹത്തിലൂടെ എല്ലാം തിരിച്ചു തരാൻ എന്നെ അനുവദിക്കണമേ എന്നൊരൊറ്റ പ്രാർത്ഥന മതിയല്ലോ. എല്ലാം ധാരാളമായി നമുക്ക് തന്നുകൊള്ളും. അതുകൊണ്ട് നാളെ മുതൽ പിശുക്കില്ലാതെ ജീവിക്കുക. സ്നേഹത്തിന് പിശുക്ക് പാടില്ല, ദാനത്തിന് പിശുക്ക് പാടില്ല, ബന്ധങ്ങളിൽ പിശുക്ക് പാടില്ല, ഉപാധികൾ പാടില്ല. കാരണം അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ധർമ്മത്തെ നമ്മുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കുവാനുള്ള വലിയൊരു മഹനീയമായ അവസരമാണ് ഈ ഭാഗവത സത്രം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇതിനുവേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഇതിൻ്റെ ആചാര്യന്മാരെ മുഴുവൻ ഞാൻ ശിരസ നമിച്ചുകൊണ്ട്, ഹൃദയസമർപ്പണം നടത്തിക്കൊണ്ട്, ഇത് ഉത്തരോത്തരം പുരോഗമിച്ച് ഈ പ്രദേശത്തിൻ്റെ ഉത്കർഷത്തിനും ഉന്നമനത്തിനും നവീകരണത്തിനും വിമലീകരണത്തിനും എല്ലാം ഇതൊരു നാന്ദിയാകട്ടെ എന്ന് മാത്രം അമ്മയോട് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതുവരെ എന്നെ കേട്ടിരുന്ന നിങ്ങളുടെ സൗമനസ്യത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട്, കാരണം കൃതജ്ഞത ഇല്ലാതിരിക്കലാണല്ലോ ഭക്തിയില്ലായ്മ, അതാണല്ലോ ഏറ്റവും വലിയ വിവരക്കേടെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് കൃതജ്ഞത പറയാതെ പോയാൽ ഇവനാൾ ശരിയല്ല നിങ്ങൾ പറയുമല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളോട് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.